മൈ പെറ്റ് പ്ലാന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ജാവ ഫിഞ്ചസുകളുടെ ബ്രീഡിംഗ് കേജ് സെറ്റപ്പിനെ കുറിച്ചാണ്. ജാവ ഫിഞ്ചസ് വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ കിളികളുടെ കൂടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അതുങ്ങൾക്ക് കൂടൊരുക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും അതുപോലത്തെ ഗുഡ് റിസൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ടും ജാവ ഫിഞ്ചസിന് കൂടൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ആൻഡ് കോളനി ബ്രീഡിംഗ് സെറ്റപ്പിനെ കുറിച്ചും, അതിന്റെ കേജ് സൈസ് എത്രയാണ്, ബ്രീഡിംഗ് ബോക്സ് എങ്ങനെ വെക്കണം, നെസ്റ്റ് മെറ്റീരിയൽ ഏതൊക്കെ കൊടുക്കണം, അതുപോലെ തന്നെ കൂടിനകത്ത് കൊമ്പുകൾ അതായത് സ്റ്റിക്ക് എങ്ങനെ വെക്കണം, ഭക്ഷണപാത്രങ്ങൾ ഏതൊക്കെയാണ് വെക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാവ ഫിഞ്ചസിനെ മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ജാവ ഫിഞ്ചസുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ നോക്കിയിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ജാവ ഫിഞ്ചസിന്റെ കൂട് എങ്ങനെ ഒരുക്കണം എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ ആൻഡ് കോളനി ബ്രീഡിംഗ് സെറ്റപ്പിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കോളനി ബ്രീഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു കൂട്ടം പക്ഷികളെ ഒരുമിച്ചിട്ട് വളർത്തി നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നതിന് കോളനി ബ്രീഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ജാവ ഫിഞ്ചസും അങ്ങനെ കോളനി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഫിഞ്ചസുകൾ തന്നെയാണ്. കോളനി ബ്രീഡിംഗ് കേജ് സെറ്റപ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി, ഒരു പാത്രത്തിൽ തീറ്റ വെച്ച് കൊടുത്താൽ മതി, എല്ലാ ബേഡും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, നമ്മുടെ വർക്ക് ലോഡ് കുറവാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു സ്ഥലത്ത് ഒരു വലിയ കൂട് മാത്രം നിർമ്മിച്ചാൽ മതിയാകും. ഈ കോളനി ബ്രീഡിങ്ങിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ബേഡ്സും കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബേഡ്സിനെ മാറ്റിയിടേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, എന്തെങ്കിലും മൈറ്റ്സ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് ഒരു ബേഡിന് വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മറ്റു ബേഡിലേക്കും സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിലുപരി നമുക്ക് ഒരു കിളി ഒരു കൂടിൽ നെസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കിളികൾ അതിനെ ശല്യം ചെയ്യാനും അതിനെ കുത്തി വലിക്കാനും അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഈ കോളനി ബ്രീഡിംഗ് സെറ്റപ്പിലുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് കേജ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു പെയർ ബേഡിനെ ഒരു നിശ്ചിത ഒരു കൂട്ടിലിട്ട് നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് കേജ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് കേജ് സെറ്റപ്പിൽ നന്നായിട്ട് ബ്രീഡ് ചെയ്യുന്ന ബേഡുകൾ തന്നെയാണ് ജാവ ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ബ്രീഡിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബേഡിനെ കെയർ ചെയ്യാനും നമുക്ക് ഇടുന്ന മുട്ടകളെല്ലാം വിരിഞ്ഞു കിട്ടാനും മറ്റൊരു ബേഡിന്റെ ഒരു ശല്യം ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ അടയിരിക്കാനൊക്കെ ബേഡ്സിന് സാധിക്കും. ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് സെറ്റപ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കൂട്ടിലും എന്നും വെള്ളവും തീറ്റയൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വർക്ക് ലോഡ് ഇച്ചിരി കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് കേജ് സെറ്റപ്പിനെ കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് കേജ് സെറ്റപ്പിൽ നമ്മളെ കേജ് സൈസും അതിൻ്റെ വലകളെ കുറിച്ചുമാണ്. ജാവ ഫിഞ്ചസുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മിനിമം സൈസ് എന്ന് പറയുന്നത് 2x2 ആണ്. അതായത് 2 അടി നീളം, 2 അടി വീതി, 2 അടി ഉയരം എന്ന് പറയുന്നത് മിനിമം. ഈ കേജ് സൈസ് നമുക്ക് ജാവ ഫിഞ്ചസുകൾക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ബ്രീഡിംഗ് ബോക്സ് വെക്കാനും അതിൻ്റെ തീറ്റപാത്രങ്ങൾ വെക്കാനും കിളികൾക്ക് നന്നായിട്ട് പറന്ന് നടക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 2 അടിയുള്ള ഒരു കൂട് തന്നെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജാവ ഫിഞ്ചസുകൾക്ക് കൂട് നിർമ്മിക്കാനായിട്ട് വല മേടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കണ്ണികളുടെ വലുപ്പമാണ്. ഒരു 1/2 ഇഞ്ചിൽ താഴെ കണ്ണികൾക്ക് വലുപ്പമുള്ള ഒരു വല മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എലികളുടെയോ മറ്റു പല്ലികളുടെയോ ശല്യങ്ങളൊന്നും ഫിഞ്ചസിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൂട് നിർമ്മിക്കാനുള്ള സൗകര്യമില്ല, നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് കേജ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ചൈന കേജ് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. 2x1.5 ഒരളവിലുള്ള കേജ് മേടിച്ച് നമുക്ക് ജാവ ഫിഞ്ചസിനെ നന്നായിട്ട് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചൈന കേജ് എവിടെ കിട്ടും അങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. ഓൺലൈനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ബ്രീഡിംഗ് ബോക്സുകളെ കുറിച്ച് നോക്കാം. ജാവ ഫിഞ്ചസുകൾക്ക് നമുക്ക് ബ്രീഡിംഗ് ബോക്സും അതുപോലെ തന്നെ മൺകുടങ്ങളും വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഇതിൽ രണ്ടിലും നമുക്ക് ജാവ ഫിഞ്ചസിനെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വലിപ്പമാണ്. സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നിങ്ങൾ ബ്രീഡിംഗ് ബോക്സ് ആണെങ്കിലും പോർട്ടാണെങ്കിലും ഈ 2 ജാവ ഫിഞ്ചസും അതിനകത്ത് പോയി ഇരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു 5 കുട്ടികളും ഉണ്ടായാൽ ആ കുട്ടികൾക്ക് ശല്യമില്ലാണ്ട് ഇതിനെല്ലാത്തിനും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ബ്രീഡിംഗ് ബോക്സും മൺകുടങ്ങളും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഒരു മരണനിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നാലാമതായിട്ട് ജാവ ഫിഞ്ചസുകളുടെ നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ്. എല്ലാ ഫിഞ്ചസുകളെയും പോലെ തന്നെ നെസ്റ്റ് ബിൽഡ് ചെയ്ത് കൂടുണ്ടാക്കി മുട്ടയിടുന്ന കിളികൾ തന്നെയാണ് ഈ ജാവ ഫിഞ്ചസ് എന്ന് പറയുന്നതും. നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിനാര് കൊടുക്കാം, പഞ്ഞി കൊടുക്കാം, പേപ്പർ കൊടുക്കാം, പുൽനാമ്പുകൾ കൊടുക്കാം. ഇതെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ലെയർ ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കൂടിനുള്ളിൽ നിങ്ങൾ കുറച്ച് ചകിരിനാര് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കൊണ്ടുപോയി ഒരു ഫസ്റ്റ് ലെയർ ചകിരിനാര് വെക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് പുൽനാമ്പുകൾ കൊടുക്കുക.
അപ്പോൾ രണ്ടാമത്തെ ലെയർ പുൽനാമ്പുകളായി. മൂന്നാമത്തത് പഞ്ഞിയോ ചെറിയ പേപ്പറോ കീറിയിട്ട് കൊടുക്കും. അപ്പോൾ അടുത്ത ലെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ മുട്ടയിട്ടാലും കുഞ്ഞുങ്ങളുണ്ടായാലും അതിൻ്റെ കാലൊന്നും ചകിരിയിലൊക്കെ കൊടുക്കാണ്ടിരിക്കും. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് ചൂട് കിട്ടാനും നന്നായിട്ട് കുട്ടികൾ നെസ്റ്റ് ഔട്ടായി പുറത്ത് വരാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അഞ്ചാമത്തതെന്ന് പറയുന്നത് നമ്മൾ കൂടിനുള്ളിൽ സ്റ്റിക്കുകൾ വെക്കേണ്ടതിനെ കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും ഈ കമ്പുകൾ വെക്കുന്നതിൽ എന്തിനാണ് ഇത്ര ശ്രദ്ധിക്കാനുള്ളതെന്ന്. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ ഒരേ ലെവലിൽ കൂടിനുള്ളിൽ ഒരേ ലെവലിൽ കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ബേർഡ് എപ്പോഴും ചാടി ചാടി അങ്ങോട്ട് നടക്കുള്ളൂ. അപ്പം അതിനൊരു ചിറകൾക്ക് ഒരു വ്യായാമമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ് വെക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കമ്പ് താഴെ അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കമ്പ് മേളിലാണ് വെക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചിറക് വിരിച്ച് പറന്ന് രണ്ട് കമ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ കമ്പ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1, 2 അല്ലെങ്കിൽ മാക്സിമം 3 കമ്പുകൾ മാത്രം നിങ്ങൾ ഈ 2 അടി കൂടിനുള്ളിൽ വെച്ചാൽ മതിയാവും. ആറാമത്തത് എന്ന് പറയുന്നത് ഫുഡിനെ കുറിച്ചാണ്. ജാവ ഫിഞ്ചസിൻ്റെ കൂട്ടിൽ എപ്പോഴും 3 കാര്യങ്ങൾ സ്ഥിരമായിട്ടുണ്ടായിരിക്കണം: വാട്ടർ, ഫുഡ്, അതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻറ്റ്. കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കട്ടിൽ ബോൺ ഫിഷ്, അതായത് കണവാനാക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മിനറൽ ബ്ലോക്സും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അടുത്ത് ഒരിക്കലും തീറ്റ വെക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേർഡ് ജാവ ഫിഞ്ചസ് എപ്പോഴും കുളിക്കുന്ന ബേർഡായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടുത്ത് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആ ഫുഡ് വേസ്റ്റ് ആകാനും വെള്ളത്തിൽ വീഴാനൊക്കെ ഉള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്. ജാവ ഫിഞ്ചസുകൾക്ക് ഏതൊക്കെയാണ് ബെസ്റ്റ് ഫുഡ് എന്നതിനെക്കുറിച്ച് വീഡിയോ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കൃത്യമായി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ജാവ ഫിഞ്ചസുകളെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്യുന്ന ബേർഡും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം അതിൻ്റെ ബ്ലഡ് ലൈന്, മ്യൂട്ടേഷൻ, നാച്ചുറൽ പെയറിങ്, അതായത് കമ്പൽസറി പെയറിങ്, ഇതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടു പോകുമെന്നുള്ളതുകൊണ്ടാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ആ വീഡിയോയിൽ വേറെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്താൽ മതി. അതും കൂടെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ പറയാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.